2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് നാം തിരിക്കുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷയെന്നും നീതിയുടെ ശുശ്രൂഷയെന്നും 2 പദങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ സാധിക്കും. എന്താണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ? എന്താണ് നീതിയുടെ ശുശ്രൂഷ? ഈ 2 കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നാം ചിന്തിക്കുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ ഒരു കോടതി റൂമിനെ സമാനമായി അല്ലെങ്കിൽ ഒരു കോടതി മുറിയായി നമുക്ക് കാണാമെങ്കിൽ, നീതിയുടെ ശുശ്രൂഷയെ ഒരു ബെഡ്റൂമായി, ഒരു സ്വസ്ഥതയുള്ള ഇടമായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരുവൻ കോടതിക്കകത്ത് നിൽക്കുന്നത് തല താഴ്ത്തി ഭയന്ന് അവൻ്റെ എല്ലാ കഴിവുകളും ആ നീതി പീഠത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് എന്തും സംഭവിക്കാം എന്ന ഒരു ആശങ്കയോടെയാണ് നിൽക്കുന്നതെങ്കിൽ, നീതി സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, സ്വസ്ഥതയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ കുറച്ചുകൂടെ അടുത്ത് അറിയണമെങ്കിൽ മനുഷ്യന്റെ മുമ്പിലുള്ള 2 പ്രോബിളങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നിന്നും അകന്ന് പാപത്തിൽ വീണ മനുഷ്യന് 2 പ്രോബിളങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെക്കുറിച്ചുള്ള പാപത്തിൻ്റെ റിപ്പോർട്ട്. 2, അവനിൽ വസിക്കുന്ന പാപ സ്വഭാവം. ഈ 2ലും പരിഹാരം വന്നെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സ്വസ്ഥതയുള്ള ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കാൽവറിക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യനെക്കുറിച്ചുള്ള പാപത്തിൻ്റെ റിപ്പോർട്ട്. 2, മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പാപ സ്വഭാവം. സങ്കീർത്തനം 90:8 ഇപ്രകാരം പറയുന്നു: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കും. മോശയപ്പച്ചൻ പറയുകയാണ്, നിന്റെ മുൻപിൽ ഞങ്ങളുടെ പാപമുണ്ട്, നിന്റെ മുഖപ്രകാശത്തിൽ, ആ തേജസ്സിന്റെ മുമ്പിൽ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളും വെച്ചിരിക്കും. നമ്മുടെ പാപങ്ങളുടെ റിപ്പോർട്ട് ഒരു വ്യക്തിയുടെ കരത്തിലിരിക്കെ നമുക്ക് ആ കോടതി തന്നെ നമുക്കൊരിക്കൽ കൂടെ ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മുടെ സകല കുറ്റങ്ങളും എവിഡൻസോട് കൂടെ ഒരു ജഡ്ജിന്റെ മുമ്പിൽ ആ നീതിപീഠത്തെ നമുക്ക് നോക്കാൻ പറ്റാതെ നമ്മൾ കുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കയറി ചെന്ന് ദൈവത്തോട് നേരിട്ട് എന്തെങ്കിലും പറയാൻ, നേരിട്ട് എന്തെങ്കിലും ചോദിക്കുവാനോ അപേക്ഷിക്കുവാനോ കഴിയാതെ വണ്ണം കുനിഞ്ഞ് ലജ്ജിതനായി നിൽക്കുന്ന അവസ്ഥയിലാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയുടെ ആ ഭീകരത നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്നത് പാപത്തെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. വെറുതെ കുറ്റം പറയുന്നതല്ല. ഒരുവന്റെ ഉള്ളിലെ പാപത്തെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ശുശ്രൂഷയാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. ശിക്ഷാവിധി എന്ന ഈ വാക്ക് ഗ്രീക്കിൽ കാറ്റാക്രമ എന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം കുറ്റക്കാരനായി വിധിക്കപ്പെട്ടതിൻ്റെ ഫലം. അത് കേവലം ഒരു കുറ്റബോധമല്ല, അത് മുഖാന്തരം ഉളവാകുന്ന വേദനകളൂടെ അതിനകത്ത് ഉൾക്കൊള്ളും. ഒരുവൻ കുറ്റക്കാരനെന്ന് സ്വയം തിരിച്ചറിയുന്നു, തുടർന്ന് അവനിൽ കുറ്റബോധം ഉളവാകുന്നു. ഈ ബോധ്യം അവനെ മാനസിക ശാരീരിക പീഡയിലേക്ക് നയിക്കുന്ന ഒരർത്ഥത്തിലാണ്
കാറ്റക്രിമ എന്ന ആ പദം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ശിക്ഷാവിധിയുടെ ശുശ്രൂഷ കുറ്റബോധം ഉളവാക്കുക മാത്രമല്ല, അത് മുഖാന്തരം ഉണ്ടാകുന്ന മാനസിക പീഡയും തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ വരെയും ഉളവാക്കുന്ന പവറുള്ള ഒരു ശുശ്രൂഷയാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അഥവാ ന്യായപ്രമാണം നിങ്ങളിൽ, നമ്മിൽ, എന്നിൽ കുറ്റബോധത്തെ ഉളവാക്കി, പാപബോധത്തെ ഉളവാക്കി, തുടർന്ന് മാനസിക അസ്വസ്ഥതകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി ശാരീരികവും മാനസികവുമായി നമുക്കൊരു പീഡനം തരുന്ന ഒരു ശുശ്രൂഷയാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നീതിയുടെ ശുശ്രൂഷ. എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാകും. 1 യോഹന്നാൻ 3-ാം അധ്യായം 19 മുതൽ 21 വരെ. ഇപ്രകാരം ആ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്, ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം ഹൃദയത്തെക്കാൾ വലിയവൻ. ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. അതായത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, നമ്മുടെ പാപങ്ങളുടെ റിപ്പോർട്ട് എവിടെ ഉണ്ട്? പിതാവിന്റെ സന്നിധിയിലുണ്ട്. ഈ സമയം ഞാനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, ഇതെല്ലാം കാൽവറിക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ദൈവം എനിക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് എൻ്റെ മനസാക്ഷി നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നു. കാരണം എൻ്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിച്ചാൽ അതിനർത്ഥം ദൈവം ആ പ്രവൃത്തിയിൽ എനിക്ക് അനുകൂലമല്ല എന്നാണ്. മനസാക്ഷി എന്നെ കുറ്റം വിധിക്കുന്നില്ല എങ്കിലോ എനിക്ക് ആ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ സഖ്യത്വം എനിക്ക് ലഭിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അപ്പോൾ ദൈവത്തിന്റെ കോടതി ഏത് വിധിയാണ് എന്നിൽ പകരുന്നതെന്ന് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മനസാക്ഷിയിലൂടെയാണ്. മനസാക്ഷിയുടെ ആക്ഷേപം, മനസാക്ഷിയുടെ കുത്തലെന്നൊക്കെ വചനം പഠിപ്പിക്കുന്നു. അപ്പം മനസാക്ഷി എന്നോട് എങ്ങനെയാണ് ഇടപെടുന്നത്, അതിനനുസരിച്ച് ദൈവത്തിന്റെ കോടതി ഏതു വിധിയാണ് എൻ്റെ മേൽ സമർപ്പിക്കുന്നതെന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങും. സ്വർഗീയ കോടതിയുടെ ആ കണക്ഷൻ എൻ്റെ മനസാക്ഷിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ ഭാഗം കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയാൻ എസ്രായുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും തിരിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്കു മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. എസ്ര ഇവിടെ പ്രാർത്ഥിക്കുക, നിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ വണ്ണം ഞങ്ങൾ ലജ്ജിതനാണ്. എന്താ കാരണം? ഞങ്ങളുടെ പാപം, ഞങ്ങളുടെ അകൃത്യം അത്രയ്ക്കും വലുതാണ്. ഈ ബോധ്യം തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഞങ്ങൾക്കിപ്പം ലജ്ജയാണ് നിന്നോട്. കുറ്റബോധം ഒരുവന്റെ അകത്ത് വന്നിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തും. അതായത് ഒരു കോടതിക്കകത്ത് നമ്മുടെ റിപ്പോർട്ടുകൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ആ കുറ്റവാളി അവിടെ നിൽക്കുന്നത് ഒരിക്കലും ആ ജഡ്ജിന്റെ മുമ്പിൽ നോക്കാൻ പറ്റില്ല. നാണം കെട്ട് ലജ്ജിതനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ ഇതിന്റെ കുറച്ചുകൂടെ ഭീകരത നമുക്ക് മനസ്സിലാകും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷയുടെ ഭീകരത നമുക്ക് ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് 14 മുതൽ, ലേവ്യ പുസ്തകം 26-14 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും അങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിയതും ജീവനെ ശയിപ്പിക്കുന്നതുമായ ഭീതി
ജീവനെ ക്ഷയിപ്പിക്കുന്ന ഭീതി, അതായത് ഞാൻ കുറ്റക്കാരനെന്ന് ആദ്യം എന്നെ ബോധ്യപ്പെടുത്തുന്നു. 2, അത് മുഖാന്തരം എൻ്റെ അകത്തൊരു പെട്ടെന്നൊരു ഭീതി ജനിപ്പിക്കുക. എൻ്റെ ജീവന് സുരക്ഷിതത്വമില്ല എന്നൊരു തോന്നലല്ലത്, അത് ഭയാനകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയുടെ ഒരു നേച്ചർ. 17-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരണം. ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വയ്ക്കും, നിങ്ങളുടെ ശത്രുക്കളോട് തോറ്റുപോകും, നിങ്ങളെ ദോഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും, ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഒരു ശത്രു ഇല്ലെങ്കിലും ഉണ്ടായിരിക്കും എന്ന ഭയം തോന്നിച്ചിട്ട് ഓടും എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ശത്രു ഇല്ല, പക്ഷെങ്കിൽ നമുക്കങ്ങ് തോന്നുവാണ് ആരൊക്കെയോ ഏതൊക്കെയോ ശത്രു നമ്മളെ ഭരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. ഇൻസെക്യൂറായിട്ട് സുരക്ഷിതത്വ ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ശുശ്രൂഷ, ഇതിന്റെ ഭീകരതയാണ് ഞാൻ പറയുന്നത്, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ നമ്മെ നയിക്കാനിടയായിത്തീരും. 19, 20, 21 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാല്, ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം കെടുത്തും. 20-ാം വാക്യം, നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ പണം, നമ്മുടെ പിടിപാടുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശിക്ഷാവിധിയുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരുവൻ കയറിയാൽ അവന്റെ പണം ഉപകരിക്കത്തില്ല, അവന്റെ ശക്തി ഉപകരിക്കത്തില്ല, അവന്റെ പിടിപാടുകൾ ഉപകരിക്കത്തില്ല. എല്ലാം ക്ഷയിച്ച അവസ്ഥയിലേക്ക് ഇത് മാറ്റപ്പെടും. 36-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാല് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ശേഷിക്കുന്നവരുടെ ഹൃദയം ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വിത്ത് ഭീരുത്വം വരുത്തും. എല്ലാത്തിനോടും ഭയം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ കേവലം ഒരു കുറ്റപ്പെടുത്തൽ മാത്രമല്ല, പാപബോധം തരിക മാത്രമല്ല, ആ പാപബോധം നമ്മളിൽ ഉളവായി അടുത്ത നിമിഷം ഭീതിയുള്ള, ഭീരുത്വമുള്ള, ഇൻസെക്യൂറായ, തോൽവികൾ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി ഈ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ മനുഷ്യനെ മാറ്റും. എങ്ങനെയാണ് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയിൽ നിന്നും നീതിയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടത്? അതാണ് ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന സങ്കീർത്തനം 51-ന്റെ 1-ഉം 9-ഉം വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. അതിപ്രകാരമാണ്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണം, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. 9-ാം വാക്യം, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. മനുഷ്യന് ഏറ്റവും വലിയ പ്രാർത്ഥന, ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങളെക്കുറിച്ചുള്ള അകൃത്യത്തിന്റെ റിപ്പോർട്ട് നീ ആദ്യം മായ്ക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന യാഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലമുണ്ടാകത്തുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൈവത്തോടുള്ള അഭയയാചന എന്നത് നിന്റെ സന്നിധിയിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മായ്ച്ചു കളയണം. ഇതിന് പരിഹാരം വന്നോ എന്നതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. പാപം യാഗങ്ങളിലൂടെ പാപത്തിന് പരിഹാരം വരികയല്ല, ദൈവം ക്ഷമിച്ചതുകൊണ്ടാണ് യാഗങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകുന്നത്. ഞാനൊരു യാഗം നടത്തി ആ യാഗത്തിലൂടെ ദൈവത്തിന് മാനസാന്തരം ഉണ്ടായി എൻ്റെ പാപത്തിന്റെ റിപ്പോർട്ട് മായ്ക്കുകയല്ല ചെയ്യുന്നത്, പകരം ദൈവം ക്ഷമിച്ചതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന യാഗങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത്. ദൈവമാണ് ക്ഷമയുടെ ഉത്ഭവം. ദൈവം ക്ഷമിക്കുന്നത് കൊണ്ടാണ് എൻ്റെ യാഗത്തിന് അംഗീകാരം കിട്ടുന്നത്. പാപത്തിന്റെ ക്ഷമയുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, എൻ്റെ യാഗത്തിൽ നിന്നല്ല.
എന്റെ പാപക്ഷമയുടെ അടിസ്ഥാനം ഞാൻ ചെയ്യുന്ന യാഗമല്ല, പകരം ദൈവത്തിന്റെ ക്ഷമയാണ്. ദൈവം ആദ്യം ക്ഷമിക്കുന്നത് കൊണ്ടാണ് എന്റെ യാഗം അംഗീകരിച്ച് പാപം മോചിക്കപ്പെടുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 43 24 മുതലുള്ള വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ച് 24 മുതൽ, നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. യഹോവയുടെ വാക്കാണ്. യാഗങ്ങൾ കൊണ്ട് ദൈവത്തിന് തൃപ്തിയില്ല, പകരം അകൃത്യം ദൈവത്തെ ബുദ്ധിമുട്ടിച്ചെന്ന് പറയുന്നു. 25 വാക്യം, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയും, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം യാഗമല്ല, ദൈവമാണ് ആദ്യം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന പാപ റിപ്പോർട്ട് ദൈവം മായ്ച്ച് കളയണം. അതിനുശേഷമേ എൻ്റെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അംഗീകാരം ലഭിക്കുകയുള്ളൂ. പഴയ നിയമ ഭക്തന്മാരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, ദൈവസന്നിധിയിൽ അവരുടെ രഹസ്യ പാപങ്ങൾ ഇരിക്കെ അവർ ചെയ്യുന്ന യാഗങ്ങൾ കൊണ്ട് ദൈവത്താൽ അംഗീകാരം ലഭിക്കുമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ? 1000 ആട്ടുകൊറ്റന്മാരെ എനിക്ക് വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് ദൈവം പറയുക. ദൈവത്തിന്റെ സന്നിധിയിലുള്ള പാപം മായ്ക്കാൻ ഒരാട്ടുകൊറ്റനെ കൊണ്ടും പറ്റില്ല, ഒരു യാഗത്തെ കൊണ്ടും പറ്റില്ല, ഒരു വഴിപാടിനെ കൊണ്ടും പറ്റില്ല. പിന്നെ എങ്ങനെയാ? ദൈവം തന്നെ അത് ക്ഷമിക്കണം. ക്ഷമിച്ചോ? മീഖായുടെ പ്രവചനം 18 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾക്കകത്ത് വായിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ സമുദ്രത്തിൽ എറിഞ്ഞുകളയും. തീർന്നില്ല. യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ 31, 34 പറയുന്നു, അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. അതേ വാക്യം തന്നെ എബ്രായ ലേഖനക്കാരൻ 8:12 പറയുന്നു, അവരുടെ പാപങ്ങൾ ഓർക്കത്തില്ല എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. 103 സങ്കീർത്തനം 12 വാക്യം പറയുന്നു. ഇതിന്റെ 3 മുതൽ വായിക്കണേ. 12, എൻ്റെ ലംഘനങ്ങൾ എന്നോ ഉദയ അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ ലംഘനങ്ങൾ എന്നോട് അകറ്റിയെന്ന് പറയുന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ പ്രിയരെ. പിതാവിന്റെ സന്നിധിയിലുള്ള പാപത്തിന്റെ റിപ്പോർട്ട് പിതാവ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം പിതാവിന്റെ സന്നിധിയിൽ പാപത്തിന്റെ റിപ്പോർട്ടില്ല, പകരം ദൈവത്തിന്റെ അംഗീകാരമേ ഉള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുക, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണെന്ന് ചോദിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ്, ഈ പിതാവ് നമ്മിൽ പ്രസാദിച്ചു എന്ന റിപ്പോർട്ടുമായിട്ടാണ് യേശു കർത്താവ് ഇറങ്ങി വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ, യേശു കർത്താവ് പതിവ് പോലെ ആലയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ലഭിച്ചിട്ട് അദ്ദേഹം വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടിവിച്ചയപ്പാനും. 19 വാക്യം ശ്രദ്ധിക്കണം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. കർത്താവ് നമ്മിൽ പ്രസാദിച്ചു, പിതാവ് നമ്മിൽ പ്രസാദിച്ചു എന്ന റിപ്പോർട്ടുമായിട്ടാണ് 3.5 കൊല്ലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ നടന്നത്. യേശു വന്നുടനെ യാഗം കാൽവരി ക്രൂശിലേക്ക് കയറുകയില്ലായിരുന്നു. യേശു വന്നുടനെ നമ്മളോട് പറഞ്ഞത് പിതാവ് അംഗീകരിച്ചു. പിതാവ് അംഗീകരിച്ചത് കൊണ്ടാണ് കാൽവരി ക്രൂശ് ഉണ്ടായത്.
ഹല്ലേലൂയ. നീതിയുടെ ശുശ്രൂഷ നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവിന്റെ സന്നിധിയിൽ നിനക്ക് പാപമില്ല, പകരം പിതാവിന്റെ അംഗീകാരമാ നിന്റെ പിതാവിൻ നിന്നും നിന്നിലേക്ക് വരുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ നമ്മിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുറ്റക്കാരനെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് തന്ന് ഭീരുത്വവും അടിമത്വവും അനാരോഗ്യവും അസ്വസ്ഥതകളും വരുത്തുമ്പോൾ നീതിയുടെ ശുശ്രൂഷ പിതാവിന്റെ സന്നിധിയിൽ നീ അംഗീകരിക്കപ്പെട്ടവനാണ്, നീ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനാണ്, നീ പിതാവിനാൽ അനുകൂല അവസ്ഥയിൽ നിൽക്കുന്നവനാണെന്നുള്ള ബോധ്യം നീതിയുടെ ശുശ്രൂഷ എൻ്റെ അകത്തേക്ക് ഇട്ടുതരും. പിതാവ് എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലം ആരുമില്ല. ഞാൻ സ്വസ്ഥനാകുന്നു, ഞാൻ സമാധാനമുള്ളവനാകും, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ട്, എൻ്റെ ഏറ്റുപറച്ചിലിന് ഫലമുണ്ട്. ഞാനൊരു അബദ്ധത്തിൽ ഒരു പാപം ചെയ്താൽ അതെനിക്ക് ഓടിച്ചെന്ന് പിതാവിനോട് പറയുവാൻ എനിക്ക് പെർമിഷനുണ്ട്. തീർന്നില്ല, പിതാവിന്റെ സന്നിധിയിൽ ഏത് സമയവും എപ്പോഴും കടന്നു ചെല്ലുവാൻ അടയപ്പെടാത്ത തുറന്നു കിടക്കുന്ന ഒരു വാതിലുണ്ട് എന്ന് പറയുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്, ബോധ്യം തരുന്നതാണ് നീതിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രിയരെ, ഇന്ന് ഈ മിനിറ്റുകളിൽ നിങ്ങളുടെ അകത്ത് ഈ ബോധ്യം ഭരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ആത്മാവിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീതിയുടെ ശുശ്രൂഷയിന്. പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ എഫക്റ്റ് എന്നറിയാമോ? അതിന്റെ ചെറിയൊരു ഭാഗം യിരെമ്യാവിന്റെ പ്രവചനം 33 അധ്യായം 6 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ അതിന്റെ ചെറിയൊരു അനുഗ്രഹം അവിടെ കാണാൻ സാധിക്കും. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും, സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രയേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കും. അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. അപ്പം അകൃത്യവും പാപവും മോചിക്കപ്പെട്ടാൽ രോഗശാന്തി, ആരോഗ്യം, സൗഖ്യം, സമാധാനം, സത്യത്തിന്റെ സമൃദ്ധി, അഭിവൃദ്ധി, ഇതെല്ലാം എവിടുന്ന് വരും? ഫ്രം ഫാദർലാൻഡ്. പിതാവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ടെങ്കിൽ ഞാൻ സൗഖ്യമായ പറ്റൂ. പിതാവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ടെങ്കിൽ ഞാൻ അഭിവൃദ്ധി പ്രാപിച്ചേ പറ്റൂ. പിതാവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഞാൻ സ്വസ്ഥതയും സമാധാനവും ഉള്ളവനായേ മതിയാകത്തുള്ളൂ. ഈ ബോധ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് തരും. അതാ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, എൻ്റെ പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് കൂടെ ഇരുന്നു കൊണ്ട് പറയുന്നു, നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിന്റെ ഏത് ബോധ്യമാ? ഞാൻ ദൈവത്താൽ അംഗീകരിക്കുന്നു എന്നുള്ള സുബോധം അകത്തു വരും. നീതിയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത നിന്റെ അകത്തൊരു സുബോധം തരും. നീ ഒരു മകനാണെന്നുള്ളത്, നീ അംഗീകരിക്കപ്പെട്ടവനാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ളത്. എന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ നിന്റെ അകത്ത് കുറ്റബോധം തരും, ദാസ്യത്വം തരും, നീ റിജക്റ്റഡ് ആണെന്നുള്ളത്. ഈ സമയം എന്നെ കേൾക്കുന്ന അഭിഷക്ത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ റിജക്റ്റഡ് അല്ല ദൈവത്താൽ, നിങ്ങൾ അക്സെപ്റ്റഡ് ആണ്. ഇതാ നീതിയുടെ ശുശ്രൂഷയുടെ തേജസ്സത. ആ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതാണെന്നാണ് പറയുന്നത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സായിരുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. നീതി നിന്നെ ഒരു തേജസ്സുള്ളവനാക്കി മാറ്റും. സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതവും
തേജസ്കരിക്കപ്പെട്ട ഒരു ലൈഫും കർത്താവ് നിനക്ക് നീതിയുടെ ശുശ്രൂഷയിലൂടെ പ്രദാനം ചെയ്യാനിടയാകും. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെളിപ്പാടുകൾക്കകത്ത് ഉറച്ചു നിൽക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.